ഓൾമോസ്റ്റ് 2 വീക്സ് ആയിട്ട് റെക്കറിംഗ് ആയിട്ട് ഈ വൊമിറ്റിംഗ് ആൻഡ് ലൂസ് മോഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതെന്തുകൊണ്ടെങ്കിലും ഫുഡ് ഇൻസ്പെക്ഷൻ എവിടെ നിന്നാണെന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഒരു 3 വീക്സ് ബാക്ക് ഒരു 2-3 ഡേയ്സ് മുന്നേ ഒരു 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 വാട്ടർ ടെസ്റ്റ് ചെയ്തതിൻ്റെ റിപ്പോർട്ട് കിട്ടുമ്പോഴാണ് ഇതായിരിക്കാം എന്നുള്ളത് ഞങ്ങൾ ഉറപ്പിക്കുന്നത്. ഇപ്പോൾ മോന് സാറ്റർഡേ തൊട്ടിത് നന്നായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി. ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയോട് കൂടിയിട്ട് മോൾക്കും ഭയങ്കരമായിട്ട് വൊമിറ്റിംഗ് ഇതുണ്ടായിരുന്നു. ഇന്നലെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഈവനിങ്ങിൽ ഡിസ്ചാർജ് ആയി. ഞങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പുകളിൽ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു സാറ്റർഡേ മോർണിംഗോ മറ്റാണ് ഇവിടുത്തേതാണെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു ടെസ്റ്റ് റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. അതേവരെ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഉറപ്പുണ്ടായിരുന്നില്ല ഇത് എവിടെ നിന്നാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നില്ല. കൊച്ചിയിൽ നിന്ന് ഷംന അശോക് വിവരങ്ങൾ നൽകും. ഷംന, കൂടുതൽ പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടോ? എത്ര പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്? ജില്ലാ കളക്ടറുടെ, ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ എങ്ങനെയാണ് വരുന്നത്? ദിവ്യ, 350-ലധികം ആളുകൾക്ക് നിലവിൽ തന്നെ ഈ അസുഖം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഫ്ളാറ്റിലെ താമസക്കാർ നൽകുന്ന വിവരപ്രകാരം അതിൽ കൂടുതൽ ആളുകൾ രോഗബാധിതരായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വിഷയത്തിൽ ഇത് വാർത്തയായതിനു ശേഷം തന്നെ മുൻപ് ആരോഗ്യവകുപ്പ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലും ജില്ലാ ഭരണകൂടത്തിന്റെ കൂടി ഒരു കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാവുകയാണ്. ജില്ലാ കളക്ടർ NSK ഉമേഷ് കുമാർ DMO ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ RRT സംഘങ്ങളുമായി യോഗം ചേരുകയാണ്. പ്രധാനമായും പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്യുക. അതിനുശേഷം ഈ യോഗത്തിൽ ഉണ്ടായിരുന്ന തീരുമാനങ്ങൾ ഉൾപ്പെടെ ജില്ലാ കളക്ടർ വിശദീകരിച്ച് നൽകും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രധാനമായും വെള്ളത്തിൽ നിന്ന് തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ ഒരു സ്ഥിരീകരണം. നേരത്തെ മന്ത്രിയുടെ ഓഫീസുമായി ഷിജോ സംസാരിച്ചപ്പോഴും അക്കാര്യം തന്നെയാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. 33 അംഗ സംഘത്തെയാണ് നിലവിൽ ഈ പ്രശ്നം പരിശോധിക്കാനും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകാനുമായി മന്ത്രി കൊച്ചിയിലേക്ക് അയച്ചിട്ടുള്ളത്. അതായത് ആരോഗ്യവകുപ്പിൽ നിന്ന് തന്നെ നേരിട്ട് ആളുകൾ ഇവിടേക്ക് എത്തുകയാണ്. ഇവിടെ പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും ഒരു സ്ഥിരീകരണം ഉണ്ടാവുക. DMOയുടെ നേതൃത്വത്തിൽ ഇന്നലെ തന്നെ ഇവിടെ ഫ്ളാറ്റിലെത്തി വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കുകയും അത് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മെയ് 24 തന്നെ ഈ ഫ്ളാറ്റിലെ ഒരു സ്വകാര്യ വ്യക്തി നടത്തിയ പരിശോധനയിൽ വെള്ളത്തിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അത് തന്നെയാണോ കാരണം എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ അതാണ് എന്ന് സ്ഥിരീകരിക്കാൻ ഇപ്പോഴും, അല്ലെങ്കിൽ അതൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്താൻ ഇപ്പോഴും ആരോഗ്യ വിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ടാങ്കുകളിലുള്ള വെള്ളത്തിന് പുറമെ തന്നെ പല സ്രോതസ്സുകളുണ്ട് വെള്ളത്തിന്. അതുകൊണ്ട് അത് ഒരു റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ അക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും വെള്ളത്തിന്റെ സാമ്പിൾ എടുത്ത് വിശദമായ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കുടിവെള്ളത്തിൽ നിന്ന് തന്നെയാണോ ഈ രോഗബാധ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നതിൽ ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുകയാണ്. എന്തായാലും 33 പേരടങ്ങുന്ന വിദഗ്ധ സംഘത്തെ കാക്കനാട് DLF ഫ്ളാറ്റിൽ നിയോഗിച്ചിരിക്കുകയാണ്.